അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ പത്തിൻ്റെ അവസാനത്തെ സമയത്താണ് ഇപ്പോൾ നാം ഉള്ളത്. ഇന്നലെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ഇനി അങ്ങോട്ട് മഗ്ഫിറത്തിൻ്റെ 10 കഴിഞ്ഞാൽ പിന്നെ ഇത്തക്ക് മീനാറിൻ്റെ 10ലേക്കാണ് കടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനികളെ, അവസാനത്തെ 10 എത്തുമ്പോൾ ധാരാളം ആളുകൾ പള്ളിയിൽ ഇത്തിക്കാഫ് കൂടുന്ന സമയമാണ്. ഇപ്പോൾ അതൊക്കെ കാലം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും അവസാനത്തെ 10 എത്തുമ്പോൾ പള്ളിയിൽ നിന്ന് ആളുകൾ കുറഞ്ഞു പോകുന്ന സാഹചര്യമാണ് കാണുന്നത്. തറാവിക്ക് ആൾ കുറയുന്നു, മറ്റുള്ള സമയത്ത് കുറയുന്നു. അവരെല്ലാം ഡ്രസ്സ് എടുക്കാനും മറ്റേക്കൊക്കെ പോവുകയാണ്. അതൊക്കെ നേരത്തെ തന്നെ എടുത്തു വെക്കുമ്പോൾ അത് വലിയ ഹൈറായിരിക്കും എന്നതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇരിക്കട്ടെ, ഞാൻ ഇതിലേക്ക് കടന്ന് സംസാരിക്കാനല്ല. അങ്ങനെ പള്ളിയിൽ വന്നാൽ പള്ളിയിൽ ചില ആളുകൾ കടന്നുറങ്ങുന്നവരുണ്ടാകും. അങ്ങനെ ചില ആളുകൾ പള്ളിയിൽ കിടക്കുമ്പോൾ AC ഒക്കെ ഉള്ള പള്ളിയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ പള്ളിയിൽ കിടക്കാൻ പാടില്ല, പള്ളിയിൽ കടന്നു പോകാൻ പാടില്ല, പുറത്തു പോകും, പള്ളിയിൽ കിടക്കാൻ പാടില്ല, അള്ളാഹിൻ്റെ വീടാണ്, പള്ളിയിൽ തന്നെ കിടക്കുന്നതെന്ന് പറഞ്ഞ് ചില ആളുകൾ കിടക്കുന്ന ഏതെങ്കിലും യാത്രക്കാരൊക്കെ വന്നിട്ട് ചിലപ്പോൾ ചെറിയ ഒരു ഉറങ്ങാൻ വേണ്ടിയോ സ്കേച്ചിൽ അവിടെ തന്നെ വീഴാണ്. അപ്പോൾ അവരൊക്കെ ആട്ടി ഓടിച്ച് പുറത്തേക്കാക്കുന്ന ആളുകളുണ്ട്. പള്ളിയിൽ ഉറങ്ങാൻ പാടില്ല, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പള്ളിയിൽ അങ്ങനെ ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ അതുകൊണ്ട് തെറ്റൊന്നുമില്ല. പള്ളിയിൽ ഉറങ്ങിയാൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇനി പള്ളി മൊത്തത്തിൽ ആളുകൾ വന്ന് കടന്നുറങ്ങിയാലോ അഭിസ്കരിക്കാൻ തന്നെ ഒരു സ്ഥലമില്ലെങ്കിലോ അത് പറ്റൂല. ആ ഉറക്കമല്ല പറയുന്നത്. നേരെ മറിച്ച് പള്ളിയിൽ ഉറങ്ങുന്നത്, ആ പള്ളിയിലുള്ള ഉറക്കം അതെന്തല്ല, നിഷിദ്ധമല്ല. ഉറങ്ങുന്നുണ്ട്, വിരോധവുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു അനാമു ഫിൽ മസ്ജിദി അലാ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നാം പള്ളിയിൽ ഉറങ്ങിയിരുന്നു എന്നാണ് ഇബ്നു റളിയല്ലാഹു അൻഹു പറയുന്നത്. റസൂലുള്ളാഹിന്റെ കാലത്തൊക്കെ അങ്ങനെയാണ്. പിന്നെ സുഫത്തിന്റെ ആളുകളൊക്കെ അന്ന് പള്ളിയിൽ തന്നെയാണ് കടന്നുറങ്ങിയിരുന്നത്. അവർ ഇൽമു പഠിക്കുന്നതും ദിക്റും മറ്റുള്ള എല്ലാ ഇൽമുകളും പഠിക്കുന്നത് പള്ളിയിലാണ്. ഇപ്പോൾ പള്ളിയിൽ തന്നെ എന്താക്കും, ശരി കടന്നുറങ്ങും. നിസ്കരിക്കുന്നവർക്ക് ആർക്കും ബുദ്ധിമുട്ടാക്കുന്ന നിലക്കുള്ള ഉറക്കല്ല അവർ ഉറങ്ങല്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിൽ പറയുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട് ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഉറക്കുക എന്നുള്ളതല്ല, പള്ളിയിൽ ഉറങ്ങൽ എന്തല്ല, അത് തെറ്റൊന്നുമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പോലും അഹ്ലു സുഫത്തിന്റെ ആളുകൾ പോലും എന്താക്കുന്നുണ്ട്, പള്ളിയിൽ തന്നെയാണ് കടന്നുറങ്ങല്. ഉറങ്ങാന്ന് പറഞ്ഞാൽ നിസ്കരിച്ച് അങ്ങനെ വന്നിട്ട് ഇറങ്ങുന്നത്, നിസ്കരിക്കുക, എന്നിട്ട് അവിടെ ഖുർആൻ ഓതുക, അങ്ങനെ മേങ്ങി പോവുക. പിന്നെ ആ ഉറക്കം എങ്ങനെ ആവാൻ പാടില്ല, ഉറങ്ങണം. അങ്ങനെ ഉറങ്ങിപ്പോയാൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പിന്നെ ആ ഉറക്കം കൊണ്ട് നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ, അങ്ങനെ ഉറങ്ങാൻ പാടില്ല. അതൊക്കെ സുഖം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പള്ളിയിൽ ആരെങ്കിലും വന്ന് കടന്നുറങ്ങിയാൽ ആ ഉറക്കം കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ഉറങ്ങുന്നവരെ ശല്യം ചെയ്ത് പുറത്താക്കാനും പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പോലും നമ്മളൊക്കെ പള്ളിയിൽ കടന്നിരുന്നു എന്ന് ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. കുന്തു അനാമു ഫിൽ മസ്ജിദി അലാ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതല്ലേ. അപ്പോൾ റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ കടന്നിരുന്നുണ്ട്. വലിയ പള്ളിയിലുള്ള കവിഞ്ഞ് കിടക്കുക എന്നുള്ളത്, കവിഞ്ഞ് കിടക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ മുഖമൊക്കെ താഴോട്ടിട്ട് ചന്തിതൊക്കെ മുകളിലാക്കി ഇങ്ങനെ കിടക്കലുണ്ടല്ലോ, ഓപ്പോസിറ്റായിട്ട്. അങ്ങനെ കിടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാബത്തിന് ഒരാളെ കിടക്കുന്നത് കണ്ടപ്പോൾ റസൂല കാലുകൊണ്ട് മല്ല ഇങ്ങനെ ഇതാക്കിയിട്ട് നോക്കിയിട്ട് അങ്ങനെ കിടക്കാൻ പാടില്ല, എന്നിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ കിടക്കുന്നതിനെ റസൂല വിരോധിച്ചിട്ടുണ്ട്, അങ്ങനെ കിടക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കാലുകൊണ്ട് ചവിട്ടിയപ്പോൾ സാബിത്ത് നോക്കുമ്പോൾ ഇത് ആരാ ചവിട്ടുന്നത് നോക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടെ നിന്ന് കാലുകൊണ്ട് ചവിട്ടി എന്താക്കുന്നത്, മെല്ലെ ഉണർത്തുന്നത്. അപ്പോൾ എന്ന് നോക്കുമ്പോൾ സഹാബത്ത് നോക്കുമ്പോൾ റസൂലയാണ് എന്നെ ഉണർത്തുന്നത്. അപ്പോൾ എന്താ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, കമിഞ്ഞ് കടന്നു ഉറങ്ങാൻ പാടില്ല. മലർന്ന് കിടക്കുന്നുണ്ട്, വിരോധമൊന്നുമില്ല. പക്ഷേ കിടക്കുമ്പോൾ നമ്മുടെ ഔറത്തൊക്കെ വെളിവാകുന്ന വിധത്തിൽ ആരും കിടക്കാൻ പാടില്ല. ഔറത്തൊക്കെ മറ്റവർ കാണുമെന്ന് കണ്ടാൽ, നമ്മുടെ ഡ്രസ്സൊക്കെ നീങ്ങിപ്പോകുന്ന കണ്ടാൽ അങ്ങനെ എടുക്കാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കടക്കുന്നതുകൊണ്ട്, പള്ളിയിൽ കടന്നുറങ്ങുന്നത് കൊണ്ട് വിരോധമില്ല. ഇനിയിപ്പോൾ നീരത്തിൽ കതിരൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന ആളുകളുണ്ടാവും, റമദാനല്ലേ. അപ്പോൾ അങ്ങനെ പള്ളിയിൽ കടന്നുറങ്ങിപ്പോയാൽ അവരൊന്നും നിങ്ങൾ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം പള്ളിയിൽ കടക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ കാലത്ത് പോലും സഹാബാക്കൾ പള്ളിയിൽ കടന്നിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് പള്ളിയിൽ പിന്നെ ചെറിയ കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല. അതൊക്കെ പറയാം, ചെറിയ കുട്ടികൾ, ഭ്രാന്തന്മാർ,
മജ്നൂനിലൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും പള്ളിയിലേക്ക് എന്താക്കണം, നിസ്കരിക്കാൻ തന്നെ ചെറിയ കുട്ടികളെ കൊണ്ടുവരേണ്ടതില്ല. അതുപോലെ ഭ്രാന്തുള്ളവർ അവരൊന്നും എന്താക്കാൻ പാടില്ല, കടന്നിട്ട് അവരൊക്കെ എന്താക്കുമ്പോൾ എന്തല്ലോ അവർക്കൊന്നും അറിയില്ലല്ലോ. അങ്ങനെയുള്ള മസ്താമാർ, അതുപോലെ ഭ്രാന്തന്മാർ, അങ്ങനെയുള്ള ആളുകളൊന്നും പള്ളിയിൽ കടക്കാനോ പള്ളിയിലേക്ക് വരേണ്ടത് ഇല്ല എന്നതാണ് ഇപ്പോൾ പറയാനുള്ളത്. അതുകൊണ്ട് പള്ളിയിൽ ഉറങ്ങുന്നത് വിരോധമില്ല. കമഞ്ഞു കിടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്, എന്നെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പള്ളിയിലെ സംസാരങ്ങൾ, അനാവശ്യമായ ഒരു സംസാരവും പള്ളിയിൽ നിന്ന് പാടില്ല. അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്, അതിലേക്കൊന്ന് കടന്ന് സംസാരിക്കാമല്ലോ. അതുകൊണ്ട് പള്ളി റമദാനിൽ വന്ന് കടക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്താക്കണ്ട, അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു തആല നല്ല മജ്‌ലിസായി കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാം ഹക്കായ നിലക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യണം വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.